2024 നവംബറിൽ നടന്ന കേട്ടറ്റ് കാറ്റഗറി 3 എക്സാമിലെ അഡോളസൻറ്റ് സൈക്കോളജി, തിയറീസ് ഓഫ് ലേണിംഗ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്നിവ ഉൾപ്പെടുന്ന പാർട്ട് 1 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, എ ഗുഡ് ആൻഡ് ഫെയർ യൂസേജ് ഓഫ് മലയാളം ഹിൻഡേഴ്സ് എ സ്റ്റുഡൻറ്റ് ടു പ്രൊനൗൺസ് ഇംഗ്ലീഷ് വേർഡ്സ് കറക്റ്റ്ലി. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പോസിറ്റീവ് ട്രാൻസ്ഫർ, നെഗറ്റീവ് ട്രാൻസ്ഫർ, സീറോ ട്രാൻസ്ഫർ, വെർട്ടിക്കൽ ട്രാൻസ്ഫർ. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ബി ആണ്, നെഗറ്റീവ് ട്രാൻസ്ഫർ. ഒരു ലാംഗ്വേജിലെ നോളജോ സ്കില്ലോ മറ്റൊരു ലാംഗ്വേജിൻ്റെ പഠനത്തെ ഇൻ്റർഫിയർ ചെയ്യുകയോ അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്നതിനാണ് നമ്മൾ നെഗറ്റീവ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ കേസിൽ മലയാളത്തിലെ നോളജാണ് ഇംഗ്ലീഷിൻ്റെ പഠനത്തെ തടസ്സപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ബി ആണ്, നെഗറ്റീവ് ട്രാൻസ്ഫർ. അതേസമയം മലയാളത്തിലെ നോളജ് ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷനെ ഇംപ്രൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പോസിറ്റീവ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അതേസമയം ഈ രണ്ട് ലാംഗ്വേജുകൾ തമ്മിലും ഒരു പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ ഉള്ള യാതൊരു ഇൻഫ്ലുവൻസും ഇല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ സീറോ ട്രാൻസ്ഫർ എന്ന് വിളിക്കുന്നത്. അതേസമയം ഒരു സെയിം ലാംഗ്വേജിലെയോ സ്കില്ലിലെയോ ലേണിംഗ് പ്രോഗ്രഷനെയാണ് നമ്മൾ വെർട്ടിക്കൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് വ്യത്യസ്ത ലാംഗ്വേജുകൾ തമ്മിലല്ല, ഒരു സെയിം ലാംഗ്വേജിലെ ലേണിംഗ് പ്രോഗ്രഷനെ റെപ്രസെൻ്റ് ചെയ്യാനാണ് നമ്മൾ വെർട്ടിക്കൽ ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഈ ഒരു ടേം ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ബി ആണ്, നെഗറ്റീവ് ട്രാൻസ്ഫർ. നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് വരാം. എ സ്റ്റുഡൻറ്റ് ഹാസ് ദി ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ്. ഫസ്റ്റ് വൺ, എൻജോയ്സ് റീഡിംഗ് ബുക്സ് ആൻഡ് റൈറ്റിംഗ് എസ്സേയ്സ്. സെക്കൻഡ് വൺ, easily solves complex problems. Third one, easily establishes good relationship with others. Next one, have excellent self-awareness. Select the option which indicate the multiple intelligences that the students has. A, linguistic verbal intelligence, logical mathematical intelligence, visual spatial intelligence, interpersonal intelligence. B, linguistic verbal intelligence, logical mathematical intelligence, interpersonal intelligence, intrapersonal intelligence. C, linguistic verbal intelligence, logical mathematical intelligence, visual spatial intelligence, intrapersonal intelligence. D, linguistic verbal intelligence, visual spatial intelligence, interpersonal intelligence, ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ്. നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ബി ആണ്, ലിംഗ്വിസ്റ്റിക് വെർബൽ ഇൻ്റലിജൻസ്, ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ്, ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ്, ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ്. ഇനി നമുക്ക് ആ തന്നിട്ടുള്ള ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, എൻജോയ്സ് റീഡിംഗ് ബുക്സ് ആൻഡ് റൈറ്റിംഗ് എസ്സേയ്സ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ലിംഗ്വിസ്റ്റിക് വെർബൽ ഇൻ്റലിജൻസിനെയാണ്. ലിംഗ്വിസ്റ്റിക് വെർബൽ ഇൻ്റലിജൻസ്, അതായത് റീഡിംഗ് സ്കിൽസ്, റൈറ്റിംഗ് സ്കിൽസ്, ലാംഗ്വേജ് യൂസേജ്, ഇതെല്ലാം വരുന്നത് ലിംഗ്വിസ്റ്റിക് വെർബൽ ഇൻ്റലിജൻസ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഈസിലി സോൾവ്സ് കോംപ്ലക്സ് പ്രോബ്ലംസ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രധാനമായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ്. ഈ ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസിലാണ് പ്രോബ്ലം സോൾവിങ്, ലോജിക്കൽ റീസണിങ്, ഹാൻഡ്ലിംഗ് കോംപ്ലക്സ് ഐഡിയാസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വരുന്നത് ഇതിനകത്താണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഈസിലി എസ്റ്റാബ്ലിഷസ് ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്. ഇത് പ്രധാനമായിട്ടും റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ്, അതായത് മറ്റുള്ളവരോട് എഫക്റ്റീവായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും അവരെ മനസ്സിലാക്കാനുള്ള കഴിവാണ് ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസിനകത്ത് വരുന്നത്. ദെൻ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഹാസ് എക്സലൻറ്റ് സെൽഫ് അവെയർനെസ്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസിനെയാണ്. ഇതിനകത്താണ് നമ്മുടെ സെൽഫ് റിഫ്ലക്ഷൻ, നമ്മുടെ ഇമോഷൻസിനെയും മോട്ടിവേഷൻസിനെയൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവൊക്കെ വരുന്നത് ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ സ്റ്റുഡൻറ്റ് ഹാസ് ആൻ IQ ലെവൽ ഓഫ് 100. ദാറ്റ് സ്റ്റുഡൻറ്റ് ബിലോങ്സ് ടു സുപ്പീരിയർ, ബി ആവറേജ്, സി ഡൾ, ഡി മോറോൺസ്. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ബി ആണ്, ആവറേജ്. സാധാരണ നമ്മൾ സ്റ്റാൻഡേർഡൈസ്ഡ് ഇൻ്റലിജൻസ് ടെസ്റ്റുകളിലെല്ലാം ഒരു ആവറേജ് സ്കോറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 85-നും 115-നും ഇടയിൽ വരുന്ന സ്കോറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 100 എന്ന് പറയുന്നത്
ഒരു ആവറേജ് സ്കോറായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ സ്റ്റാൻഫോർഡ് ബിനെറ്റ് സ്കെയിലാണെങ്കിലും വെസ്റ്റർ സ്കെയിലാണെങ്കിലും 85 to 115 ആണ് നമ്മളൊരു ആവറേജ് സ്കോറായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ അതിനിടയിലാണ് നമ്മുടെ ഈ 100 വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ആവറേജ് സ്കോറായിട്ടാണ് നമ്മൾ IQൻ്റെ കേസിൽ കൺസിഡർ ചെയ്യുന്നത്. അതേസമയം എബോവ് 120 to 130 വരുന്ന സമയത്താണ് നമ്മൾ സുപ്പീരിയർ കാറ്റഗറിയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ IQ സ്കോർ ഒരു 120 അല്ലെങ്കിൽ 130 എബോവ് ആണെങ്കിൽ നമ്മൾ സുപ്പീരിയർ ആയിട്ട് കൺസിഡർ. അതേസമയം IQ സ്കോർ ഒരു 85ൻ്റെ താഴെയാണെങ്കിലാണ് നമ്മൾ ഡൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതേസമയം മോറോൺസ് പറയുന്നത് ഒരു ഔട്ട്ഡേറ്റഡ് ടേം ആണ്. നമ്മൾ ആദ്യകാലത്ത് ലോവർ IQ സ്കോർ ഉണ്ടായിരുന്ന ഇൻഡിവിജ്വൽസിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നൊരു വാക്കാണ് മോറോൺസ്. അതായത് IQയുടെ സ്കോറൊക്കെ നമ്മളൊരു ബിലോ 70 വരികയാണെങ്കിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള വേർഡ് ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ബി ആണ്. ആവറേജ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. നെക്സ്റ്റ് വൺ, വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ അപ്രോച്ച് ഓഫ് KCF 2007? എ, ഇമ്പോർട്ടൻസ് ടു ലേണേഴ്സ് സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ. ബി, ടീച്ചേഴ്സ് റോൾ ആസ് ആൻ അതോറിറ്റി ഓഫ് ദി ക്ലാസ്. സി, ഫെസിലിറ്റേറ്റ് കോപ്പറേറ്റീവ് ആൻഡ് കൊളാബറേറ്റീവ് ലേണിംഗ്. ഡി, ബേസ്ഡ് ഓൺ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം ആൻഡ് ക്രിറ്റിക്കൽ പെഡഗോജി. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ബി ആണ്. ടീച്ചേഴ്സ് റോൾ ആസ് ആൻ അതോറിറ്റി ഓഫ് ദി ക്ലാസ്. 2007 കേരള കരിക്കുലർ ഫ്രെയിംവർക്ക് പ്രധാനമായും എംഫസൈസ് ചെയ്യുന്നത് പ്രോഗ്രസീവ് ലേണർ സെൻറ്റേർഡ് അപ്രോച്ചാണ്. ഈ KCF ബിൽഡ് ചെയ്തിട്ടുള്ള ചില പ്രധാനപ്പെട്ട കീ പ്രിൻസിപ്പിൾസ് ആണ് നമ്മുടെ ഈ ക്വസ്റ്റ്യനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ഇമ്പോർട്ടൻസ് ടു ലേണർ സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ. സെക്കൻഡ് വൺ, ഫെസിലിറ്റേറ്റ് കോപ്പറേറ്റീവ് ആൻഡ് കൊളാബറേറ്റീവ് ലേണിംഗ്. തേർഡ് വൺ, ബേസ്ഡ് ഓൺ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം ആൻഡ് ക്രിറ്റിക്കൽ പെഡഗോജി. ഈ പറയുന്ന 3 പോയിന്റുകളും നമ്മുടെ KCFൻ്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് ആണ്. അതേസമയം ടീച്ചേഴ്സ് റോൾ ആസ് ആൻ അതോറിറ്റി ഓഫ് ദി ക്ലാസ് എന്ന് പറയുന്നത് KCF 2007 അപ്രോച്ചേ അല്ല. KCF 2007 ടീച്ചേഴ്സിനെ നമ്മൾ ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ആദ്യകാലത്ത് നമ്മൾ കൺസിഡർ ചെയ്തിരുന്ന ഒരു അതോറിറ്റേറിയൻ ഫിഗറിന് പകരമായി ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ടാണ് ഇതിനകത്ത് നമ്മൾ ടീച്ചേഴ്സിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ബി ആണ്. ടീച്ചേഴ്സ് റോൾ ആസ് ആൻ അതോറിറ്റി ഓഫ് ദി ക്ലാസ്. നെക്സ്റ്റ് വൺ, ഒബ്സർവേഷണൽ ഓർ വിക്കേരിയസ് ലേണിംഗ് rather than the learning based on the direct experience is the base of insightful learning theory, Bandura's social learning theory, operant conditioning theory, trial and error learning theory. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ബി ആണ്. ബന്ദുരാസ് സോഷ്യൽ ലേണിംഗ് തിയറി. ബന്ദുരാസ് സോഷ്യൽ ലേണിംഗ് തിയറി എംഫസൈസ് ചെയ്യുന്നത് ഒബ്സർവേഷണൽ ലേണിങ്ങിനെയോ അല്ലെങ്കിൽ വിക്കേരിയസ് ലേണിങ്ങിനെയോ ആണ്. ബന്ദൂരയുടെ ഈ സോഷ്യൽ ലേണിംഗ് തിയറി പ്രകാരം ഇൻഡിവിജ്വൽസ് പ്രധാനമായും ലേൺ ചെയ്യുന്നത് മറ്റുള്ളവരുടെ ബിഹേവിയേഴ്സ്, ആറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ ഔട്ട്കംസിനെല്ലാം ഡയറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടാണ്. അതേസമയം കോളറുടെ ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് തിയറി ഫോക്കസ് ചെയ്യുന്നത് സഡൻ അണ്ടർസ്റ്റാൻഡിങ്ങിലോ അല്ലെങ്കിൽ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഇൻസൈറ്റിലോ ആണ്. അതേസമയം സ്കിന്നറുടെ ഓപ്പറൻ്റ് കണ്ടീഷനിങ് തിയറി പ്രകാരം പഠനം നടക്കുന്നത് ഒരാളുടെ ആക്ഷൻസിൻ്റെ ഡയറക്റ്റ് കോൺസിക്വൻസസ് ആയ റിവാർഡ്സിനെയോ പനിഷ്മെൻറ്റ്സിനെയോ ബേസ് ചെയ്തുകൊണ്ടാണ്. അതുപോലെ എഡ്വേർഡ് തോണ്ടൈക്കിൻ്റെ ട്രയൽ ആൻഡ് എറർ ലേണിംഗ് തിയറി പ്രകാരം റിപ്പീറ്റഡ് അറ്റംപ്റ്റ്സിലൂടെയും ഡയറക്റ്റ് എക്സ്പീരിയൻസിലൂടെയുമാണ് പഠനം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ബി ആണ്. ബന്ദൂരാസ് സോഷ്യൽ ലേണിംഗ് തിയറി. അഡോളസൻസ് വിത്ത് ഡെലിക്വൻസി ആൻഡ് ബിഹേവിയറൽ പ്രോബ്ലംസ് ടെൻ ടു ഹാവ് നെഗറ്റീവ് സെൽഫ് ഐഡൻറ്റിറ്റി, ഡിക്രീസ്ഡ് ട്രസ്റ്റ്, ലോ ലെവൽ ഓഫ് അച്ചീവ്മെൻറ്റ്. ചോയ്സസിലേക്ക് വരാം. എ 1 and 2 ഓൺലി. ബി 2 and 3 ഓൺലി. സി 1 and 3 ഓൺലി. ഡി 1, 2 and 3. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഡി ആണ്. 1, 2 and
3. ബിഹേവിയറൽ പ്രോബ്ലംസും ഡെലിക്വൻസിയും കാണിക്കുന്ന അഡോളസൻസ് ഈ പറയുന്ന 3 ക്യാരക്ടറിസ്റ്റിക്സും കാണിക്കുന്നുണ്ട്. അതായത് നെഗറ്റീവ് സെൽഫ് ഐഡൻറ്റിറ്റി, അതുപോലെ ഡിക്രീസ്ഡ് ട്രസ്റ്റ്, അതുപോലെ ലോ ലെവൽ ഓഫ് അച്ചീവ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഡി ആണ്. 1ഉം 2ഉം 3ഉം കറക്റ്റാണ്. നെക്സ്റ്റ് വൺ, ഇൻ്റലിജൻസ് ഈസ് ദി അഗ്രിഗേറ്റ് ഓർ global capacity of an individual to act purposefully, to think rationally, and deal effectively with his environment. This definition is given by A. David Wechsler, B. Stern, C. Woodworth and Marquez, D. Terman. ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ എ ആണ്, ഡേവിഡ് വെഷ്ലർ. ഡേവിഡ് വെഷ്ലറുടെ ഡെഫിനിഷനാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, ഇൻ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009, ദി റെസ്പോൺസിബിലിറ്റീസ് ഓഫ് സ്കൂൾസ് ആൻഡ് ടീച്ചേഴ്സ് ഈസ് മെൻഷൻഡ് ഇൻ ചാപ്റ്റർ 1, ചാപ്റ്റർ 2, ചാപ്റ്റർ 3, ചാപ്റ്റർ 4. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഡി ആണ്, ചാപ്റ്റർ 4. ദി റൈറ്റ് ഓഫ് ചിൽഡ്രൻ ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആക്ട് 2009 അല്ലെങ്കിൽ RTE ആക്ടിലെ ചാപ്റ്റർ 4ലെ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് സ്കൂൾസ് ആൻഡ് ടീച്ചേഴ്സ് എന്ന ടൈറ്റിലിന് താഴെയായിട്ടാണ് നമ്മുടെ സ്കൂൾസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും റെസ്പോൺസിബിലിറ്റീസ് ഔട്ട്ലൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരുന്നത് ഡി ആണ്, ചാപ്റ്റർ 4. നെക്സ്റ്റ് വൺ, ആൻ അഡോളസൻ വിത്ത് ഈറ്റിംഗ് ഡിസോർഡർ goes on eating binge, then purges by self-induced vomiting or using a laxative. The eating disorder of the person is anorexia nervosa, bulimia nervosa, binge eating disorder, pick up. ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ബി ആണ്, ബുളീമിയ നെർവോസ. ബുളീമിയ നെർവോസയുടെ പ്രധാനപ്പെട്ടൊരു ക്യാരക്ടർ എന്ന് പറയുന്നത് ബിഞ്ച് ഈറ്റിങ്ങും അതിനെ തുടർന്ന് വരുന്ന പേർജിങ് ബിഹേവിയേഴ്സുമാണ്. അതേസമയം ശരീരഭാരം കൂടുമോ എന്നുള്ള ഭയം കാരണം ഭക്ഷണം അമിതമായി നിയന്ത്രിക്കുന്നതിനെയാണ് അനോറക്സിയ നെർവോസ എന്ന് പറയുന്നത്. അതേസമയം ബിഞ്ച് ഈറ്റിംഗ് ഡിസോർഡറിനകത്ത് റിക്കറൻ്റ് ആയിട്ടുള്ള ബിഞ്ച് ഈറ്റിംഗ് ബിഹേവിയർ കാണിക്കുന്നുണ്ട്. പക്ഷേ ബുളീമിയ നെർവോസയിലുള്ള പോലെയുള്ള ഒരു കോമ്പൻസേറ്ററി പേർജിങ് ബിഹേവിയേഴ്സ് ഈ ബിഞ്ച് ഈറ്റിംഗ് ഡിസോർഡറിൽ കാണപ്പെടുന്നില്ല. അതേസമയം ഭക്ഷ്യേതര വസ്തുക്കളായിട്ടുള്ള ഡേർട്ട്, പേപ്പർ തുടങ്ങിയവ കഴിക്കുന്നതാണ് പിക്ക ഡിസീസിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരുന്നത് ബുളീമിയ നെർവോസയാണ്. നെക്സ്റ്റ് വൺ, മാച്ച് ദി ഫോളോയിങ്. തിയറി ഓഫ് സോഷ്യൽ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം, അബ്രഹാം മാസ്ലോ. സൈക്കോ അനലിറ്റിക് തിയറി, സിഗ്മണ്ട് ഫ്രോയിഡ്. സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി, വൈഗോട്സ്കി. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ബി ആണ്, തിയറി ഓഫ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം, വൈഗോട്സ്കി. സൈക്കോ അനലിറ്റിക് തിയറി, സിഗ്മണ്ട് ഫ്രോയിഡ്. സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി, എബ്രഹാം മാസ്ലോ. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്, സ്കഫോൾഡിംഗ് തുടങ്ങിയ കോൺസെപ്റ്റുകളിലൂടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിൽ സോഷ്യൽ ഇൻട്രാക്ഷൻ്റെയും കൾച്ചറൽ കോണ്ടെക്സ്റ്റിൻ്റെയും റോൾ എംഫസൈസ് ചെയ്ത വ്യക്തിയാണ് ലേവ് വൈഗോട്സ്കി. സൈക്കോ അനലിറ്റിക് തിയറി ഡെവലപ്പ് ചെയ്തത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ഈ തിയറി പ്രധാനമായും ഫോക്കസ് ചെയ്തിരിക്കുന്നത് അൺകോൺഷ്യസ് പ്രോസസ്, ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ്, സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി, അതായത് ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ തുടങ്ങിയ കീ എലമെൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന സൈക്കോ അനലിറ്റിക് തിയറി സിഗ്മണ്ട് ഫ്രോയിഡ് ഡെവലപ്പ് ചെയ്തത്. അബ്രഹാം മാസ്ലോ പ്രപ്പോസ് ചെയ്ത തിയറിയാണ് സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി എന്ന് പറയുന്നത്. ഹൈറാർക്കി ഓഫ് നീഡ്സിൻ്റെ ഭാഗമായിട്ടാണ് അബ്രഹാം മാസ്ലോ സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി പ്രപ്പോസ് ചെയ്തത്. നെക്സ്റ്റ് വൺ, ദി കോൺസെപ്റ്റ് ഓഫ് ഇൻസൈറ്റ് ലേണിംഗ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ കോളർ, പാവ്ലോവ്, സ്കിന്നർ, തോണ്ടൈക്ക്. ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് എ ആണ്, കോളർ. വോൾഫ്ഗാങ് കോളറാണ് ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്.
അതുപോലെ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ഇവാൻ പാവ്ലോവ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ബി എഫ് സ്കിന്നറുടെ കോൺസെപ്റ്റാണ് ഒപ്പറൻ കണ്ടീഷനിങ്. അതുപോലെ എഡ്വാർഡ് തോണ്ടൈക്കിൻ്റെ കോൺസെപ്റ്റാണ് ട്രയൽ ആൻഡ് എറർ ലേണിംഗ്, അതുപോലെ ലോ ഓഫ് ഇഫക്റ്റ് എന്നിവ. അപ്പോൾ അതുകൊണ്ട് ആൻസറായിട്ട് വരുന്നത് എ ആണ്, കോളർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രീ ആക്റ്റീവ് സ്റ്റേജ്, ഇന്റർ ആക്റ്റീവ് സ്റ്റേജ് and post-active stage are the three stages of teaching. This idea was proposed by Asbel, Gagne, Jackson, Vygotsky. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് സി ആണ്, ജാക്സൺ. ടീച്ചിങ്ങിലെ 3 ഘട്ടങ്ങളായ പ്രീ ആക്റ്റീവ് സ്റ്റേജ്, ഇൻ്റർ ആക്റ്റീവ് സ്റ്റേജ്, പോസ്റ്റ് ആക്റ്റീവ് സ്റ്റേജ് എന്ന ആശയം പ്രപ്പോസ് ചെയ്ത വ്യക്തിയാണ് ഫിലിപ്പ് ഡബ്ല്യു ജാക്സൺ. ഇതിനകത്ത് പ്രീ ആക്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ടീച്ചിങ്ങിലെ പ്ലാനിങ് ഫേസാണ്. ഈ ഫേസിലാണ് ടീച്ചേഴ്സ് ഒബ്ജക്റ്റീവ്സും കണ്ടൻറ്റും ടീച്ചിങ് സ്ട്രാറ്റജീസും എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്. ടീച്ചിങ്ങിലെ ഇംപ്ലിമെൻറ്റേഷൻ ഫേസാണ് ഇൻ്ററാക്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇവിടെയാണ് ടീച്ചേഴ്സ് സ്റ്റുഡൻസുമായിട്ട് എൻഗേജ് ചെയ്യപ്പെടുന്നത്. അതായത് ആ ലെസൺ ഡെലിവർ ചെയ്യുന്നതും ക്ലാസ് റൂം ഇൻട്രാക്ഷൻസ് മാനേജ് ചെയ്യുന്നതുമെല്ലാം ഈ ഇൻ്റർ ആക്റ്റീവ് സ്റ്റേജിലാണ്. ലാസ്റ്റ് സ്റ്റേജാണ് പോസ്റ്റ് ആക്റ്റീവ് സ്റ്റേജ്. പ്രധാനമായും ഇവാലുവേഷനും റിഫ്ലക്ഷനും നടക്കുന്നൊരു ഫേസാണ് പോസ്റ്റ് ആക്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്. ടീച്ചേഴ്സ് സ്റ്റുഡൻസിൻ്റെ ലേണിംഗ് അസസ് ചെയ്യുന്നതും ലേണിങ്ങിൻ്റെ ഇഫക്റ്റീവ്നെസ് റിഫ്ലക്റ്റ് ചെയ്യുന്നതും ഈ പറയുന്ന പോസ്റ്റ് ആക്റ്റീവ് സ്റ്റേജിലാണ്. അതേസമയം നമ്മുടെ ഈ ക്വസ്റ്റ്യൻസിലെ മറ്റ് ഓപ്ഷൻസായ ഔസ്ബൽ ബന്ധപ്പെട്ടിരിക്കുന്നത് അഡ്വാൻസ് ഓർഗനൈസറുമായിട്ടാണ്. അതുപോലെ ഗാഗ്നെ 9 ഇവൻറ്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷനുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ വൈഗോട്സ്കി സോഷ്യൽ കൺസ്ട്രക്റ്റിസവുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, അക്കോർഡിംഗ് ടു പിയാഷെ, ഫോർമൽ ഓപ്പറേഷണൽ തോട്ട് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ തിങ്കിങ് എക്സ്പാൻസ് ബിയോണ്ട് actual concrete experiences and think in more abstract terms and reason about them. B. Intuitive thought is replaced by logical thought. C. Thought that focus on a single characteristic or feature for understanding an event. D. Could not think about an object which is not physically present. ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് എ ആണ്. തിങ്കിങ് എക്സ്പാൻസ് ബിയോണ്ട് ആക്ച്വൽ കോൺക്രീറ്റ് എക്സ്പീരിയൻസസ് ആൻഡ് തിങ്ക് ഇൻ മോർ അബ്സ്ട്രാക്ട് ടേംസ് ആൻഡ് റീസൺ എബൌട്ട് ദം. പിയാഷെയുടെ തിയറി ഓഫ് കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രകാരം ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത് 11 വയസ്സ് മുതൽ അഡൾട്ട്ഹുഡ് വരെയാണ്. അബ്സ്ട്രാക്ട് തിങ്കിങ്, ലോജിക്കൽ റീസണിങ്, എൻഗേജ് ഇൻ ഹൈപ്പോത്തറ്റിക്കൽ ഡിഡക്റ്റീവ് റീസണിങ് തുടങ്ങിയവയാണ് ഈ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ. ഈ ഒരു സ്റ്റേജിൽ ഇൻഡിവിജ്വൽസിന് കോൺക്രീറ്റ് എക്സ്പീരിയൻസസിന് അപ്പുറത്ത് ചിന്തിക്കാനും അബ്സ്ട്രാക്റ്റ് കോൺസെപ്റ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യാനുമുള്ള കഴിവുണ്ടായിരിക്കും. അതേസമയം ഓപ്ഷൻ ബിയിൽ നൽകിയിരിക്കുന്ന ഇൻഡ്യൂറ്റീവ് തോട്ട് ഈസ് റീപ്ലേസ്ഡ് ബൈ ലോജിക്കൽ തോട്ട് എന്ന് പറയുന്നത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ നിന്നും കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലേക്ക് മാറുന്ന സമയത്ത് കാണിക്കുന്ന ഒരു സവിശേഷതയാണ്. അതുപോലെ ഓപ്ഷൻ സിയിൽ നൽകിയിരിക്കുന്ന തോട്ട് ദാറ്റ് ഫോക്കസ് ഓൺ സിംഗിൾ ക്യാരക്ടറിസ്റ്റിക് ഓർ ഫീച്ചർ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഈവൻ്റ് എന്ന് പറയുന്നത് സെൻട്രേഷനാണ്. ഈ സെൻട്രേഷൻ എന്ന് പറയുന്ന ഈ ഫീച്ചർ കാണിക്കുന്നത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. അതുപോലെ ഓപ്ഷൻ ഡിയിൽ നൽകിയിരിക്കുന്ന could not think about an object which is not physically present. ഈ പറയുന്ന ഒരു ഫീച്ചർ കാണിക്കുന്നത് സെൻസറി മോട്ടോർ സ്റ്റേജിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് വൺ, വിച്ച് among the following is not a characteristics of emotionally intelligent person? A. He or she is able to perceive various types of emotions in others. B. He or she is able to sense
his or her feelings and emotions. C. He or she must have an IQ level greater than 140. D. He or she has the ability to control and regulate his or her emotions. ആൻസർ വരുന്നത് സി ആണ്. ഹി ഓർ ഷീ മസ്റ്റ് ഹാവ് ആൻ IQ ലെവൽ ഗ്രേറ്റർ ദാൻ 140. ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത മെയിൻ സൈക്കോളജിസ്റ്റാണ് ഡാനിയൽ ഗോൾമാൻ. നമ്മുടെ ഇമോഷൻസിനെ റെക്കഗ്നൈസ് ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും മാനേജ് ചെയ്യാനുള്ളൊരു കഴിവും അതുപോലെ നമ്മുടെ ഇമോഷൻസിനെയും മറ്റുള്ളവരുടെ ഇമോഷൻസിനെയും ഇൻഫ്ലുവൻസ് ചെയ്യാനൊക്കെയുള്ള കഴിവിനെയാണ് നമ്മൾ ഇമോഷണൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ EI എന്ന് പറയും. ഈ ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള വ്യക്തികളുടെ ചില പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുള്ളത്. അതിനകത്ത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള ഹി ഓർ ഷീ ഈസ് ഏബിൾ ടു പെർസീവ് വേരിയസ് ടൈപ്സ് ഓഫ് ഇമോഷൻസ് ഇൻ അതേഴ്സ്. അതുപോലെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള ഹി ഓർ ഷീ ഈസ് ഏബിൾ ടു സെൻസ് ഹിസ് ഓർ ഹെർ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ്. അതുപോലെ നാലാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള ഹി ഓർ ഷീ ഹാസ് ദി എബിലിറ്റി ടു കൺട്രോൾ ആൻഡ് റെഗുലേറ്റ് ഹിസ് ഓർ ഹെർ ഇമോഷൻസ് എന്നിവയെല്ലാം ഇമോഷണൽ ഇൻ്റലിജൻസ് കാണിക്കുന്ന വ്യക്തികളുടെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ്. അതേസമയം മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഈ പറയുന്ന ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തികളുടെ സവിശേഷതയല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് സി ആണ്. ഹി ഓർ ഷീ മസ്റ്റ് ഹാവ് ആൻ IQ ലെവൽ ഗ്രേറ്റർ ദാൻ 140. ഇതൊരിക്കലും ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ഒരു സവിശേഷതയല്ല. നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ മെത്തേഡ് യൂസ്ഡ് ഇൻ വെർബൽ ലേണിംഗ്? എ. പെയർഡ് അസോസിയേറ്റ് ലേണിംഗ്. ബി. സീരിയൽ ലേണിംഗ്. സി. ഫ്രീ റീകോൾ. ഡി. ഇൻസൈറ്റ് ലേണിംഗ്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഡി ആണ്, ഇൻസൈറ്റ് ലേണിംഗ്. വെർബൽ ഫോമിലോ ലിംഗ്വിസ്റ്റിക് ഫോമിലോ പ്രസൻറ്റ് ചെയ്യുന്ന ഇൻഫർമേഷൻസിനെ അക്വയർ ചെയ്യാനും റീറ്റെയിൻ ചെയ്യാനും റീകോൾ ചെയ്യാനും ഒക്കെയുള്ള കഴിവുകളാണ് വെർബൽ ലേണിങ്ങിൽ ഉൾപ്പെടുന്നത്. ഇത്തരത്തിൽ വെർബൽ ലേണിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ചില കോമൺ മെത്തേഡ്സാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യനകത്തെ ഓപ്ഷൻസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനായിട്ടുള്ള പെയർഡ് അസോസിയേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത് പ്രധാനമായും നമ്മൾ ഈ വെർബൽ ലേണിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. അതുപോലെ രണ്ടാമത്തെ ചോയ്സ് ആയിട്ടുള്ള സീരിയൽ ലേണിങ്ങും മൂന്നാമത്തെ ചോയ്സ് ആയിട്ടുള്ള ഫ്രീ റീകോൾ മെത്തേഡും ഇത്തരത്തിൽ വെർബൽ ലേണിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡുകളാണ്. അതേസമയം കോളർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് ഒരിക്കലും നമ്മൾ വെർബൽ ലേണിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജി അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഡി ആണ്, ഇൻസൈറ്റ് ലേണിംഗ്. നെക്സ്റ്റ് വൺ. വെൻ എനി കണ്ടക്ഷൻ യൂണിറ്റ് ഈസ് റെഡി ടു കണ്ടക്ട് for it to do so is satisfying. When any conduction unit is not in readiness to conduct, for it to conduct is annoying. This is the statement of law related to learning. This law was propounded by Gardner Murphy, Kingsley and Gary, E.L. Thorndike, Henry P. Smith. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് സി ആണ്, E.L. തോണ്ടൈക്ക്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ലോ ഓഫ് റെഡിനെസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. എഡ്വാർഡ് എൽ തോണ്ടൈക്ക് പ്രപ്പോസ് ചെയ്ത ലേണിംഗ് പ്രിൻസിപ്പിൾസിൽ ഒന്നാണ് ഈ ലോ ഓഫ് റെഡിനെസ് എന്ന് പറയുന്നത്. തോണ്ടൈക്കിൻ്റെ തിയറി ഓഫ് കണക്ഷനിസത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ പറയുന്ന ലോ ഓഫ് റെഡിനെസ്. ലോ ഓഫ് റെഡിനെസ്സിനെ കൂടാതെ തോണ്ടൈക്ക് അവതരിപ്പിച്ചിട്ടുള്ള ലോസാണ് ലോ ഓഫ് ഇഫക്റ്റും അതുപോലെ ലോ ഓഫ് എക്സസൈസും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് എഡ്വാർഡ് എൽ തോണ്ടൈക്ക്. നെക്സ്റ്റ് വൺ. ദി സെൻസറി മെമ്മറി ഫോർ സ്റ്റിമുലൈ ഡ്യൂ ടു ടച്ച് ഈസ് നോൺ ആസ് ഐക്കോണിക് മെമ്മറി, ഇക്കോയിക് മെമ്മറി, ഹെപ്റ്റിക് മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി. ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് സി ആണ്, ഹെപ്റ്റിക് മെമ്മറി. ടച്ച് എന്ന് പറയുന്ന സ്റ്റിമുലസിലൂടെ റിസീവ് ചെയ്യുന്ന സെൻസറി മെമ്മറിയാണ് ഹെപ്റ്റിക് മെമ്മറി എന്ന് പറയുന്നത്. അതുപോലെ വിഷ്വൽ സ്റ്റിമുലസിലൂടെ സെൻസ് ചെയ്യുന്ന
സെൻസറി മെമ്മറിക്കാണ് ഐക്കോണിക് മെമ്മറി എന്ന് പറയുന്നത്. ഓഡിറ്ററി സ്റ്റിമുലസ് വഴി സെൻസ് ചെയ്യുന്ന മെമ്മറിക്കാണ് നമ്മൾ ഇക്കോയിക് മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഹെപ്റ്റിക് മെമ്മറിയാണ്. നെക്സ്റ്റ് വൺ, എ ടീച്ചർ വാണ്ട്സ് ടു ടീച്ച് എ ലാർജ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ടു ഡെവലപ്പ് ഫാക്ച്വൽ നോളജ് ഓഫ് എ സബ്ജക്റ്റ് ഇൻ ഷോർട്ട് ടൈം. വിച്ച് മെത്തേഡ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ? എ lecture method, B heuristic method, C demonstration method, D project method. ക്വസ്റ്റ്യൻ്റെ ആൻസർ എ ആണ്, ലെക്ചർ മെത്തേഡ്. കൂടുതൽ കുട്ടികൾക്ക് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഫാക്ച്വൽ നോളജ് ഇമ്പാർട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ലെക്ചർ മെത്തേഡ്. അതേസമയം ഹ്യൂറിസ്റ്റിക് മെത്തേഡ് ഒരു സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു ഡിസ്കവറി ബേസ്ഡ് ലേണിംഗ് അപ്രോച്ചാണ്. അതുപോലെ ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് ആണെങ്കിലും പ്രൊജക്റ്റ് മെത്തേഡ് ആണെങ്കിലും ഒന്നും നമുക്ക് ഇത്തരത്തിൽ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു ലാർജ് ഓഡിയൻസിന് ഈ ഫാക്ച്വൽ നോളജ് പകർന്നു കൊടുക്കാൻ പറ്റുന്ന രണ്ട് ലേണിംഗ് മെത്തേഡ്സ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ലെക്ചർ മെത്തേഡാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എവരി ഡിഫറെൻറ്റ് ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റി ഇൻവോൾവ്സ് a general factor and a specific factors. This concept is the basis of A unitary theory, B anarchic theory, C Spearman's two-factor theory, D Thurston's group factor theory. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് സി ആണ്, സ്പിയർമാൻസ് ടു ഫാക്ടർ തിയറി. ചാൾസ് സ്പിയർമാൻ ആണ് ഈ ടു ഫാക്ടർ തിയറി പ്രപ്പോസ് ചെയ്തത്. എല്ലാ കൊഗ്നിറ്റീവ് ടാസ്കിലും കോമൺ ആയി വരുന്ന ജനറൽ ഇൻ്റലിജൻസിനെയാണ് ജനറൽ ഫാക്ടർ അല്ലെങ്കിൽ ജി എന്ന ലെറ്റർ ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്തത്. അതേസമയം സ്പെസിഫിക് ഫാക്ടർ എന്ന് പറയുന്നത് യുണീക്ക് ആയിരിക്കും. ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ യൂണിഫൈഡ് എബിലിറ്റിയാണ് എന്നുള്ളൊരു ഐഡിയ ആണ് യൂണിറ്ററി തിയറി പ്രപ്പോസ് ചെയ്യുന്നത്. ലൂയിസ് ലിയോൺ തേഴ്സ്റ്റൺ ആണ് തേഴ്സ്റ്റൺസ് ഗ്രൂപ്പ് ഫാക്ടർ തിയറി പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. ഇൻ്റലിജൻസിൽ ഒന്നിൽ കൂടുതൽ പ്രൈമറി മെൻ്റൽ എബിലിറ്റീസ് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് തേഴ്സ്റ്റൻ്റെ ഗ്രൂപ്പ് ഫാക്ടർ തിയറി അവതരിപ്പിക്കുന്നത്. നെക്സ്റ്റ് വൺ, അഡോളസൻസ് ഈസ് റിഗാർഡഡ് ആസ് ദി പീരിയഡ് ഓഫ് റാപ്പിഡ് ചേഞ്ച് ബോത്ത് ബയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഓർ ആർ not considered as the characteristics of adolescence? Choose from the following. 1. At adolescence, development of primary and secondary sexual characters is at the maximum. 2. Adolescence is characterized by hypothetical deductive reasoning. 3. Imaginary audience and personal fable are two components of adolescence egocentrism. 4. At adolescence, loss of energy, dwindling of health, weakness of muscles and bones are often. Then 4 ചോയ്സുകളാണ്. A 3 only, B 4 only, C 1 and 2, D 2 and 3. നാലാമത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് അഡോളസൻസിൻ്റെ സവിശേഷതയല്ലാത്തത്. ബാക്കി 3 സ്റ്റേറ്റ്മെൻറ്റുകളും ഈ അഡോളസൻസിൻ്റെ സവിശേഷതയാണ്. അതായത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള അറ്റ് അഡോളസൻസ് ഡെവലപ്മെൻറ്റ് ഓഫ് പ്രൈമറി ആൻഡ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഈസ് അറ്റ് ദി മാക്സിമം. ഇത് അഡോളസൻസിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ്. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള അഡോളസൻസ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഹൈപ്പോത്തറ്റിക്കൽ ഡിഡക്റ്റീവ് റീസണിങ്. ഇതും ശരിയാണ്. ഇതും അഡോളസൻസിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ്. ദെൻ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള ഇമാജിനറി ഓഡിയൻസ് ആൻഡ് പേഴ്സണൽ ഫാബിൾ ആർ ടു കമ്പോണൻസ് ഓഫ് അഡോളസൻസ് ഈഗോസെൻട്രിസം. ഇതും ശരിയാണ്. ഇതും അഡോളസൻസിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ്. അതേസമയം നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്, ശരിയല്ല. അത് ശരിക്കും അഡോളസൻസിൻ്റെ ഒരു പ്രത്യേകതയല്ല. അതുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരുന്നത് ബി ആണ്. ഈ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ്
തെറ്റായിട്ടുള്ളത്.